ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 14 ശ്ലോകം 9. ഭഗവാന്റെ അവതാരത്തെ കാത്ത് കർദമ മഹർഷിയും പുണ്യവതിയായ ദേവഹൂതിയും ഇരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. 9ാമത്തെ ശ്ലോകത്തിൽ കർദമ മഹർഷി വീണ്ടും ദേവഹൂതിയോട് തപസ് ചെയ്യൂ, വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഭഗവാന്റെ അംശം തന്നെ നിന്നിലൂടെ ജനിക്കാൻ പോവാണ്. അതിന് കുറച്ച് തയ്യാറെടുപ്പുകളും കൂടി വേണം. കുറച്ചും കൂടി ഭഗവാനെ ഉപാസിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവഹൂതി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കപിലനായി ഭഗവാൻ അവതരിച്ചു. ഈ ലോകത്തിലെ ജനങ്ങൾക്കൊക്കെ പരമാത്മതത്വം, അതിനെ സാഖ്യശാസ്ത്രം എന്നും പറയും, ലോകത്തിലെ ആദ്യത്തെ ആചാര്യനാണ്. അങ്ങനെ ഭഗവാൻ അവതരിച്ചു എന്നാണ് 9ാമത്തെ ശ്ലോകം. നിജഭർതൃഗിര ഭവൻ നിഷേവാ നിരതായാമധ ദേവഹൂത്യാം കപിലസ്ത്വം അജായഥ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. അർത്ഥം: ദേവ, അല്ലയോ ഭഗവാനെ, നിജഭർതൃഗിര, താൻ ഭഗവാനെ പോലെ കാണുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഗിരം വാക്ക് അല്ലെങ്കിൽ ഉപദേശം അനുസരിച്ച് ഭവൻ നിഷേവ നിരതയാം, ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്ന, ഭഗവത് സേവയിൽ നിരതയായിരുന്ന ആ ദേവഹൂതിയിൽ ത്വം കപില അജായത, അവിടുന്ന് കപിലമൂർത്തിയായി അവതരിച്ചു. ജനാനാം പ്രഥയിഷ്യൻ, എന്താണ് ജന്മത്തിൻ്റെ ലക്ഷ്യം? ഈ ലോകത്തിലെ ജനങ്ങൾക്ക്, അജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ മായയിൽ വശമതരായിട്ടുള്ള ജനങ്ങൾക്ക് ജ്ഞാനത്തെ, ആത്മതത്വത്തെ പ്രഥയിഷ്യൻ, പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതിനായി, പരമാത്മതത്വവിദ്യാം, ആത്മവിദ്യയെ, അറിയേണ്ടതായിട്ടുള്ള വസ്തുവിനെ ഉപദേശിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഭഗവാനാണ് നിന്നിലൂടെ അവതരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് ദേവഹൂതിയോട് വീണ്ടും തപസ് അനുഷ്ഠിക്കാൻ പറഞ്ഞു. ഭർത്താവിൻ്റെ വാക്കുകളെ വേണ്ട വിധം ബഹുമാനത്തോടെ കേൾക്കാറുള്ള ദേവഹൂതി വീണ്ടും കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ദേവഹൂതി എന്ന് പറഞ്ഞാൽ ദേവനെ ആഹ്വാനം ചെയ്തവൾ. ആ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ഭഗവാൻ ദേവഹൂതിയിൽ പ്രവേശിച്ചു. തൻ്റെ ഗർഭത്തിലേക്ക് ഭഗവാനെ വിളിച്ചു വരുത്തി ദേവഹൂതി. അതാണ് ആ വാക്കിന് അർത്ഥം എന്ന് പറയുന്നു. ഭഗവാൻ കപിലനാകട്ടെ കോടിക്കണക്കിന് ജീവരാശികളെ ഉദ്ധരിക്കുവാനായിട്ട് നിഗൂഢമായിട്ടുള്ള ആത്മതത്വവും പ്രകാശിപ്പിച്ചു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാമധ ദേവഹൂത്യാം കപിലസ്ത്വം അജായഥ, ജനിച്ചു. ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഇനി 10ാമത്തെ ശ്ലോകം. അങ്ങനെ കപിലവാസുദേവൻ ജനിച്ചപ്പോൾ കർദമ പ്രജാപതി പിന്നെ ഒട്ടും താമസിച്ചില്ല. ഇനി കുട്ടി വലുതാവട്ടെ, അതിൻ്റെ കളികൾ കാണട്ടെ എന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും തപസ്സിനാണ് മുൻതൂക്കം. സദാ തപസ്സിലേക്ക് മനസ്സിനെ എങ്ങനെ പിടിച്ചു വലിക്കും. ആ കർദമൻ അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് പോയി. അവിടെന്നോ കപിലവാസുദേവനായ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ആത്മോപദേശം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഭഗവാൻ എന്നെയും അനുഗ്രഹിക്കണേ എന്നാണ്. ശ്ലോകം. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വാക്കുകളുടെ അർത്ഥം: വനം ഏയുഷി കർദമ പ്രസന്നെ, പ്രസന്നനായിട്ടുള്ള, കൃതകൃത്യനായിട്ടുള്ള, ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന സംതൃപ്തിയോടുകൂടിയ കർദമൻ വനം ഏയുഷി, വനത്തിലേക്ക് പോയപ്പോൾ
കപില മഹർഷി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അവതരിച്ചു കഴിഞ്ഞു. തൻ്റെ ജന്മം സഫലമായി എന്ന ആ സംതൃപ്തിയോടുകൂടി കർദമൻ മാത്രമല്ല ലോക ഉപകാരത്തിന് ലോകസൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് തൻ്റെ 9 പുത്രിമാരെയും വീരന്മാരായ മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. മകൻ ഇനി ലോകോപകാരിയായിക്കൊള്ളും, അമ്മയെ സംരക്ഷിച്ച് അമ്മയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ജ്ഞാനം നൽകിക്കൊള്ളും എന്ന ആ ഒരു സന്തോഷത്തോടുകൂടി കർദമൻ വനത്തിലേക്ക് പോയി. വനം ഏയുഷി ജനന്യൈ മതസർവസ്വമുപാദിശൻ. മകനായിട്ടുള്ള കപിലൻ ഉടനെ തന്നെ വളർന്നു വലുതായി. ജനന്യൈ അമ്മയ്ക്കായിട്ട് ദേവഹൂതിക്കായിട്ട് മതസർവസ്വം സർവ അഭിപ്രായങ്ങളും വിവിധ സിദ്ധാന്തങ്ങളും ക്രോഡീകരിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ സർവമതങ്ങളുടെയും സാരമായിട്ടുള്ള ആ ഉപദേശങ്ങൾ ഉപാദിശൻ അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞുകൊടുത്തു. അമ്മയിലൂടെ വരും തലമുറകളൊക്കെ അറിയട്ടെ, ജ്ഞാനികളാവട്ടെ എന്ന് വിചാരിച്ച് കപില മഹർഷി അമ്മയ്ക്ക് ജ്ഞാനോപദേശം നൽകി. കപിലാത്മക കപിലമൂർത്തിയായി അവതരിച്ച അല്ലയോ ഭഗവാനെ, വായുമന്ദിരേശ ഗുരുവായൂരപ്പ, വായുപുരമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാനെ, അമ്മയെ അജ്ഞാനത്തിൽ നിന്നും രക്ഷിച്ച കപില ഭഗവാനെ, എൻ്റെ രോഗങ്ങളെയും അവിടെ നിന്ന് മാറ്റണേ. ത്വരിതം വേഗം തന്നെ വേണം, എനിക്ക് വയ്യാതായി, ഈ കാലുവേദനയും വാദവുമായിട്ട്, അതുകൊണ്ട് വേഗത്തിൽ അങ്ങ് വരണം. പരിപാഹി മാം, എന്നെ രക്ഷിക്കണം. ഗതൗഘാത് പലതരം വിഷമങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കാണ്, ഭക്തിയിലേക്ക് ശ്രദ്ധ പോരാ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ. ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ടാവും, ആയിട്ടില്ല ഭട്ടതിരിപ്പാടെ, കുറച്ച് ദിവസങ്ങളും കൂടി ഇല്ലേ, ഭജനം തുടരൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ശ്ലോകം ഒന്നും കൂടി നോക്കാം. വനമേയുഷി കർദമേ പ്രസന്നേ. പ്രസന്നനായിട്ടുള്ള കർദമൻ വനത്തിലേക്ക് പോയി തപസ്സിനായിട്ട്. അപ്പോൾ മതസർവസ്വമുപാദിശൻ ജനന്യൈ, ജനനിക്കായിട്ട് അമ്മയായ ദേവഹൂതിക്കായിട്ട് സകല അഭിപ്രായങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും സാരം ഉപദേശിച്ചു. കപിലാത്മക വായുമന്ദിരേശ, കപിലമൂർത്തിയായ ഭഗവാനെ, അങ്ങയുടെ ജന്മം ലോകോപകാരത്തിനായി നിയോഗം പോലെ തന്നെ ചെയ്തു. വായുമന്ദിരേശ ഗുരുവായൂരപ്പ, ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്, വേഗം തന്നെ അവിടുന്ന് എൻ്റെ അസുഖങ്ങളെയൊക്കെ മാറ്റിത്തരണേ. ആ ഉപദേശങ്ങളാണ് പിന്നീട് സാഖ്യശാസ്ത്രം, സാഖ്യം എന്നൊക്കെ അറിയപ്പെടുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ 14ാമത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങളും ചുരുക്കി പറഞ്ഞാൽ, ബ്രഹ്മപുത്രനായിട്ടുള്ള മനു 71 ചതുർയുഗകാലം ലോകം വേണ്ടതുപോലെ ഭരിച്ചു. ഒപ്പം നിരന്തരമായിട്ടുള്ള ഭഗവത് ഭജനവും ചെയ്തു. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നും നിഴലിൽ നിന്നും ഉണ്ടായ കർദമ പ്രജാപതി ഏറ്റവും നന്നായി സൃഷ്ടി നടത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി അനേക സംവത്സരങ്ങൾ ഭഗവാനെ ഭജിച്ചു. നല്ല സന്താനങ്ങളുണ്ടാകണം എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്. സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ കർദമൻ ആഗ്രഹിച്ച വിധത്തിൽ തന്നെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, മനുപുത്രിയായിട്ടുള്ള ദേവഹൂതിയെ അങ്ങ് വിവാഹം കഴിക്കണം. 9 പുത്രിമാർ ജനിക്കും. പിന്നെ ഞാൻ തന്നെ, ഭഗവാൻ തന്നെ കപിലനായി അവതരിക്കും. ഒടുവിൽ ജന്മലക്ഷ്യമായിട്ടുള്ള മോക്ഷവും അങ്ങേക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അക്കാലത്ത് നാരദ മഹർഷി ഉപദേശിച്ചതനുസരിച്ച് ചക്രവർത്തിയായിട്ടുള്ള സ്വയംഭൂവമനുവും പത്നിയായ ശതരൂപയും ഗുണവതിയായിട്ടുള്ള മകൾ ദേവഹൂതിയെയും കൊണ്ട് കർദമാശ്രമത്തിലെത്തി. കർദമൻ അവളുടെ പാതിവ്രത്യത്താലും ശുശ്രൂഷയാലും അതിപ്രസന്നനായി. വിവാഹം ചെയ്തതിന് ശേഷം ഭാര്യ എങ്ങനെയാണ് തന്നെ ശുശ്രൂഷിക്കുന്നത് എന്നതിൽ കർദമൻ വളരെയധികം സന്തുഷ്ടനായി. പിന്നെ ഗൃഹസ്ഥ ജീവിതം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും സന്തോഷമായി വിമാനത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അനുഭവിച്ചു. ഒടുവിൽ 9 പുത്രിമാർ ജനിച്ചു. അപ്പോൾ വീണ്ടും ഞാൻ വനവാസത്തിന് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദേവഹൂതി തനിക്കൊരു മകനെ കൂടി വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. കർദമനാകട്ടെ ഭഗവാന്റെ വാക്കുകൾ അപ്പോൾ സ്മരിച്ചു സന്തോഷത്തോടുകൂടി അതിന് തയ്യാറായി.
അങ്ങനെ കപിലദേവൻ ജനിച്ചു. കർദമ മഹർഷി ഏറ്റവും പ്രസന്നനായി സംതൃപ്തിയോടുകൂടി സന്യാസത്തിനായിട്ട് പോയി. ഭഗവാൻ കപിലമുനിയാവട്ടെ അമ്മയ്ക്ക് ആത്മജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ സകലവിധ രോഗങ്ങളും മാറ്റി തന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ദശകവും ഉപസംഹരിക്കുന്നത്. ഇവിടെ നല്ല കുഞ്ഞുങ്ങളുണ്ടാവണമെങ്കിൽ അതുപോലെയുള്ള ഒരു മനോഭാവം ആ സമയത്ത് അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാശ്യപനും ദിതിക്കും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുമ്പോഴത്തെ സാഹചര്യം ഓർക്കണം. സന്ധ്യാസമയത്ത് പെട്ടെന്നുണ്ടായ ഒരു സംയോഗം, നീചജന്മങ്ങളുണ്ടായി, ലോക ഉപദ്രവത്തിന് കാരണമായി, അങ്ങനെയല്ലേ. ഇവിടെ കർദമനും ദേവഹൂതിക്കും മഹാത്മാക്കളാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ അർഹമായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടാവുകയാണ്. എപ്പോഴും ധ്യാനവും ഉപാസനയും നടത്തുന്ന അവർ. അതിന് പുറമെ ദേവഹൂതിയോടും ഭഗവത് ഭജനം ചെയ്യൂ എന്ന് കർദമൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലം എന്താണ്ടായേ? ഭഗവാന്റെ അംശാവതാരം തന്നെ അവരിലൂടെ നടന്നു. അങ്ങനെ കപില മഹർഷി എക്കാലത്തും ജനങ്ങൾ മാർഗനിർദ്ദേശത്തിനായി ജനങ്ങളെ സഹായിക്കുന്ന സാഖ്യശാസ്ത്രം ഉപദേശിക്കുകയും ചെയ്തു. നമുക്കും നാരായണീയം ഈ 14-ാമത്തെ ദശകം ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.